Hello all. So today, I thought I'll do a video regarding our second module. Okay. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മുടെ പോർഷൻ എന്താ വെച്ചാൽ ഏരിയ കാൽക്കുലേഷൻ, ഏരിയ ആൻഡ് വോളിയം ആണ്. ഓക്കെ. അപ്പോൾ അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മൾ സർവേ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സർവേ ലാബിൽ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ സർവേ ചെയ്ത് എന്നിട്ട് അതിനെങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് തിരിച്ച് ഹീറോസ് റൂളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഇനി ഏരിയ കണ്ടുപിടിക്കാൻ വി ഹാവ് 3 methods. Computation of area, 3 methods ആണ്. That is, you can see here, computation of area by offsets to baseline. Okay. അപ്പോൾ അതിൽ we have many methods. That is, area calculation can be done by the following rules. ഏതൊക്കെ റൂൾസ് നമുക്കുള്ള mid ordinate rule, average ordinate rule, trapezoidal rule and Simpson's 1/3 rule. Okay. So അതിൽ നമുക്ക് ഫസ്റ്റ് mid ordinate rule നോക്കാം. ഈ mid ordinate rule എന്താ വെച്ചാൽ, here you can see, ഇതിൽ ഇവിടെ ഒരു ട്രാവേഴ്സ് കാണാം. ഓക്കെ. ഹിയർ യു കൻ സി O, 1, 2, 3 എക്സെട്ര. അപ്പോൾ മിഡ് ഓർഡിനേറ്റ് ആകുമ്പോൾ ഓരോ ഇൻറ്റർവൽ, എന്താ ഇൻറ്റർവൽ, 0 to 1 ഒരു ഇൻറ്റർവൽ, 1 to 2 അടുത്ത ഇൻറ്റർവൽ, 2 to 3 അടുത്ത ഇൻറ്റർവൽ, അങ്ങനെ. ഓക്കെ. അപ്പം മിഡ് ഓർഡിനേറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇൻറ്റർവലിലെ മിഡ് പോയിന്റിലായിരിക്കും എന്താ നമ്മൾ ഓർഡിനേറ്റ്സ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ 0 to 1 മിഡ് പോയിന്റിലാണ് O1 ഓർഡിനേറ്റ്, 1 to 2 മിഡ് പോയിന്റിലാണ് O2 ഓർഡിനേറ്റ്, 2 to 3 മിഡ് പോയിന്റിലാണ് O3 ഓർഡിനേറ്റ്. ഓക്കെ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ട്രാവേഴ്സ് ആണ് L. L is equal to number of ordinates into D. ഓക്കെ. അപ്പോൾ D എന്ന് വെച്ചാൽ എന്താണ്, D is equal to the interval between the ordinates. ഓക്കെ. അപ്പോൾ എന്താ മിഡ് ഓർഡിനേറ്റ് റൂൾ? ബേസ്ഡ് ഓൺ ദി അസംഷൻ ദാറ്റ് boundaries between the extremities of the ordinates are straight lines, and baseline is divided into number of divisions and the ordinates are measured at the midpoint. Okay. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താ, ഏരിയ is equal to O1 plus O2 plus O3 plus etc. O1 into D. ഓക്കെ. അവിടെ D എന്താ, നമ്മുടെ ഇന്റർവലും, O1 O2 എന്താ, മിഡ് പോയിന്റിൽ, ഓരോ ഇന്റർവലിലെ മിഡ് പോയിന്റിൽ ഓർഡിനേറ്റ് എടുത്തിട്ട് അതാണ് O1. ഓക്കെ. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അടുത്ത റൂളാണ് ആവറേജ് ഓർഡിനേറ്റ് റൂൾ. അപ്പോൾ based on the assumption that boundaries between the extremities of the ordinates are straight line, baselines is divided into number of divisions and the ordinates are measured at the points of divisions of the baseline. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ, പക്ഷേ എന്താണ്, നമ്മുടെ ഇന്റർവൽ ഏതാ, 0, 1, 2, 3, എന്താണ് പോയിന്റ്സ് ഏതൊക്കെയാ, 0, 1, 2, 3, 4, 5 എക്സെട്ര. അപ്പൊ അവിടെ തന്നെ ഓർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് ഓഫ്സെറ്റ് ചെയ്ത് ഓർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ആവറേജ് ഓർഡിനേറ്റ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ഏരിയ is equal to O0 plus O1 plus ON etc. divided by n plus 1 into L. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് നമ്മുടെ ട്രപ്പസോയിഡൽ റൂൾ ആണ്. അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എന്താ ട്രപ്പസോയിഡൽ റൂൾ? ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ദ ഫിഗേഴ്സ് ആർ ട്രപ്പസോയിഡ്സ്, ഇറ്റ് ഇസ് ആക്യുറേറ്റ്, മോർ ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ, ഇതിപ്പോൾ ഓരോതും ഓരോ ട്രപ്പസോയിഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ദാറ്റ് ഇസ്, ഇപ്പോൾ ഞാനിതൊരു മിനിറ്റ്, ഇതെടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് കണ്ടോ, ഇത് ഒരു ട്രപ്പസോയിഡ്, ഇത് അടുത്ത ട്രപ്പസോയിഡ്, ഇത് അടുത്ത ട്രപ്പസോയിഡ്, അങ്ങനെ ട്രപ്പസോയിഡ്സ് ആയിട്ട് നമ്മൾ അതിനെ തിരിക്കുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രപ്പസോയിഡ് എന്തായിരിക്കും, ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രപ്പസോയിഡ് ഇസ് ഇക്വൽ ടു എന്താണ്, O0 പ്ലസ് O1 by 2 into D. ഓക്കെ. നമ്മളതിനെ ആവറേജ് എടുത്തു. ദാറ്റ് ഇസ്, പിന്നെ ഏരിയ ഓഫ് ദ സെക്കൻഡ് ട്രപ്പസോയിഡ് എന്തായിരിക്കും, O1 പ്ലസ് O2 by 2 into D, അങ്ങനെ എക്സെട്ര. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഏരിയ എന്തായി, ടോട്ടൽ ഏരിയ ഇസ് ഇക്വൽ ടു നമ്മളെല്ലാം അങ്ങനെ എല്ലാത്തിനെയും സമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് എന്താ സിംപ്ലിഫൈ ചെയ്ത O0 plus O1 plus O2 plus etc. ON into D by 2 എന്നായി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താവും,
ഫൈനൽ ട്രപ്പിസോയിഡൽ റൂളിന്റെ ആൻസർ എന്താ? ഏരിയ is equal to O0 plus On by 2 plus O1, O2, O3, I mean O1, O2, O3, etc. On minus 1 to D. And അർത്ഥം എന്താ? Average of the first and last ordinate. Okay, average of the first and last ordinate plus ബാക്കി എല്ലാത്തിൻ്റെയും സം into the interval. Okay, അപ്പൊ എന്താ സം എന്ന് വെച്ചാൽ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഏതാ ഫസ്റ്റ്? ഇതാണ് ഫസ്റ്റ് ഓർഡർ O1 അല്ലെങ്കിൽ O0. നിങ്ങൾ ഏതാ എടുക്കണം അതനുസരിച്ചിട്ടാ. O1 ആണെങ്കിൽ O1 എന്ന് എടുക്കാം, O0 ആണെങ്കിൽ O0 എന്ന് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഓർഡിനേറ്റ് അത് നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യിച്ചാൽ അങ്ങനെ ആ ഫസ്റ്റ് ഓർഡിനേറ്റും ലാസ്റ്റ് ഓർഡിനേറ്റും ബൈ 2 ചെയ്യാം, പിന്നെ ബാക്കി എല്ലാ ഓർഡിനേറ്റ്സും ആഡ് ചെയ്യാം. അതാണ് ട്രപ്പിസോയിഡൽ റൂൾ. ഇനി സിംപ്സൺസ് റൂൾ എന്താ? സിംപ്സൺസ് റൂൾ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈവൻ ഓഡ് ആയിട്ടുള്ള എന്താ ഓർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് സിംപ്സൺസ് റൂള് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സിംപ്സൺസ് റൂൾ കണ്ടറിയാം. ഷോർട്ട് ലെങ്ത്സ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ ഓർഡിനേറ്റ്സ് ആർ പാരബോളിക് ആർക്സ് ആയിരിക്കും അതിന്റെ ബൗണ്ടറീസ്. This method is useful when the boundary line departs considerably from the straight line. Okay, അപ്പോൾ let O0, O1, O2 any three consecutive ordinates ആണ്. അപ്പൊ ഈ ഫോർമുല എങ്ങനെയാന്ന് വെച്ചാൽ ഫൈനൽ ഫോർമുല ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോർമുല ഡെൽറ്റ ബൈ 3, സോറി, ഏരിയ is equal to interval by 3 into O0 plus On, ആവറേജ് ഇല്ല, end ordinates sum plus 4 times odd ordinates sum plus 2 times even ordinates sum. Okay, so ഇതാണ് നമ്മുടെ 3 ഏരിയയുടെ